പേവിഷബാധയ്ക്കെതിരെയുള്ള കോടന്തുരുത്ത് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വേറിട്ടതാകും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഗാനരൂപത്തിലാക്കിയ ഫാർമസിസ്റ്റ് ജ്യോതിലക്ഷ്മിയുടെ ആലാപനവും ശ്രദ്ധേയം. മഹാശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്ററിൻ പേവിഷ പ്രതിരോധ വാക്സിൻ. വിശ്വമഹാശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്ററിൻ പേവിഷ പ്രതിരോധ വാക്സിൻ ഇന്നീ സമൂഹത്തിൻ ഭീതിയെ വെല്ലുന്ന പേവിഷ പ്രതിരോധ വാക്സിൻ. ലോക പേ വിഷബാധ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കോടന്തുരുത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വ്യത്യസ്തമാകുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന ജ്യോതിലക്ഷ്മി പ്രശസ്ത സിനിമാ ഗാനത്തിന്റെ സംഗീതം കടമെടുത്ത് എഴുതി ആലപിച്ച ഗാനമാണ് ഇന്ന് ഏറെ ശ്രദ്ധേയമാകുന്നത്. അതിന് സോപ്പും വെള്ളവും വൃത്തിയാക്കാം. തലവേദന, ക്ഷീണം, നേരിയ പനിയും, കടിയേറ്റ ഭാഗം വേദനയും. പേ വിഷബാധയ്ക്കെതിരെയുള്ള മുൻകരുതലുകൾ അക്കമിട്ട് വരച്ചു കാട്ടുന്ന ഗാനത്തിന് ഏറെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഗായിക കൂടിയായ ജ്യോതിലക്ഷ്മിയെ പൊന്നാട് അണിയിച്ച് ഡോക്ടർമാരായ കൊച്ചുത്രേസ്യ, സുമേഷ് ശങ്കർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ ചേർന്ന് ആദരിച്ചു. താൻ കവിതയിലേക്ക് എത്തിയ വഴികൾ ജ്യോതിലക്ഷ്മി ഓർത്തെടുത്തു. സാധാരണക്കാരെ ഇപ്പം നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഇങ്ങനെ ഒരു പാട്ട് കൂടി വെക്കുകയാണെങ്കിൽ, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഈ സമൂഹത്തിൽ നമുക്ക് പട്ടിയുടെ, നായ്ക്കളുടെ ഭീഷണി, നായ്ക്കളുടെ മാത്രമല്ല അല്ലാതെ ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ കൊച്ചുത്രേസ്യയാണ് ചുക്കാൻ പിടിക്കുന്നത്. ഞങ്ങളുടെ ഫാർമസിസ്റ്റ് ഇതിനു മുമ്പും ഇതുപോലെ നമ്മളൊരു TVയുടെ ഒരു പ്രോഗ്രാം വെച്ച സമയത്തും അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടൊരു ഗാനം എഴുതി, സ്വന്തമായിട്ട് എഴുതി ഈണമിട്ട് ആലപിച്ചതായിരുന്നു. അപ്പോൾ അതിനും വലിയ സ്റ്റേറ്റ് തലത്തിലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പേ വിഷബാധയ്ക്കെതിരെ സ്കൂളുകളിൽ നടത്തുന്ന സ്പെഷ്യൽ അസംബ്ലികളിൽ JPHN PS ബിന്ദു നേതൃത്വം നൽകി. ജയച്ഛമാരായ മോനിഷ, ഷിഫ, MLSPമാരായ പ്രണീത, സബിത തുടങ്ങിയവരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ഉയർന്നു വരാൻ തക്ക ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് കോടന്തുരുത്ത് ആരോഗ്യ കേന്ദ്രം നടത്തുന്നത്.